ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക്, ഫുൾ A+ അല്ലെങ്കിൽ നല്ല മാർക്കുകൾ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ, അതിനു വേണ്ടിയിട്ട് തയ്യാറാവുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളെന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തന്നെ വീഡിയോസ് കാണുന്ന ഒരു കുട്ടി ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഇങ്ങനെയൊരു ഡയറി ഒന്ന് പ്രിപ്പയർ ചെയ്ത് തരാമോ എന്നുള്ള രീതിയിൽ. അപ്പം ആ കുട്ടിയുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ ചാപ്റ്ററാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ആ ഒരു പാഠഭാഗത്തിൽ നമ്മുടെ പ്രധാന കഥാപാത്രമാണ് ഹോമിയോപ്പത്. ഹോമിയോപ്പത് എന്ന് പറയുന്ന പ്രധാന കഥാപാത്രമായിട്ടുള്ള അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൻ്റെ മുകളിലായിട്ട് പാമ്പ് ചുറ്റി വളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തോ ഒരു അത്ഭുതകരമായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ ഒരു അനുഭവം നടന്ന ദിവസം രാത്രി അദ്ദേഹം എഴുതുന്ന ഡയറി നമ്മൾ പരീക്ഷകളിൽ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡയറി റിട്ടൺ ബൈ ദ ബോയ് നമ്മൾ അഡ്വഞ്ചേഴ്സിൻ്റെ പനിയൻട്രി അല്ലേ. ഡയറി റിട്ടൺ ബൈ ഹോമിയോപ്പത് ആഫ്റ്റർ ദ ഇൻസിഡൻറ്റ്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് താഴെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയൊരു വീഡിയോ കൂടി ചെയ്യാമോ. എങ്ങനെയുള്ള വീഡിയോ? അതായത് നമ്മുടെ ഹോമിയോപ്പതി എഴുതുന്ന ഡയറി ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഹോമിയോപ്പതി എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ടാകുമ്പം ഹോമിയോപ്പതിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ. സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറയുന്ന പാഠഭാഗം ക്ലാസ്സൊക്കെ കണ്ട് കഥയൊക്കെ അറിയുന്ന കുട്ടികൾ മാത്രമേ ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലും അവർക്കാണ് മനസ്സിലാവുക, ക്ലാസ്സൊക്കെ കണ്ട കുട്ടികൾക്ക്. ഇനി ക്ലാസ് കാണാത്ത കുട്ടികളാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ ചാനലിൽ തന്നെ അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഡയറി റിട്ടൺ ബൈ ഹോമിയോപ്പത് ആഫ്റ്റർ ദ ഇൻസിഡൻറ്റ്, ആ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തരും, അത് നിങ്ങൾ പഠിക്കുക, അത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് കരുതിയിട്ട് ഞാൻ ഈ തരുന്ന ഡയറി അതേപോലെ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, എഴുതരുത്. പകരം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഡയറി ഇതൊരു മോഡലായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഇത് ആദ്യം ഒന്ന് കേട്ട് നോക്കുക, എങ്ങനെയാണ് ഡയറി എഴുതേണ്ടതെന്ന് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്ന് മനസ്സിലാക്കുക. പല കുട്ടികളും ഇപ്പം തന്നെ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് അടിച്ചിട്ട് വേഗം ഡയറിയിലേക്ക് മാത്രമായിട്ട് പോകും. അത് ചെയ്യുന്നത് വലിയ തെറ്റാണ്. കാരണം ഞാൻ ഈ വീഡിയോസ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് അതെന്താണ് അതിൻ്റെ ഒരു മോഡൽ അല്ലെങ്കിൽ എന്താണിത് എന്ന് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാനാണ്. പകരം ഇത് ബൈഹാർട്ട് പഠിച്ചു വെക്കാനല്ല ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇതൊന്ന് കാണുക, ഇത് മനസ്സിലാക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ എഴുതി നോക്കുക. നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പല കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. മാർക്ക് എന്നതിനുപരി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് ഡയറി എഴുതി നോക്കുക. ഒരു ഡയറി എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഈ ഡയറി എന്താണ്? അതായത് നമ്മുടെ ഹോമിയോപ്പതിൻ്റെ കൈയിൻ്റെ മുകളിൽ പാമ്പൊക്കെ ചുറ്റി വളഞ്ഞിട്ട് അദ്ദേഹം അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ട് ആ റൂമിൽ നിന്നും ഇറങ്ങിയിട്ട് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഓടുന്നുണ്ട്. ആ ഒരു ഓടിപ്പോകുന്ന സമയത്ത് നിങ്ങളെ ഹോമിയോപ്പത് കാണുകയാണ്. എന്നിട്ട് ഹോമിയോപ്പത് നിങ്ങളോട് അദ്ദേഹത്തിനുണ്ടായ അനുഭവം നിങ്ങളോട് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആ ദിവസം രാത്രി ഡയറി എഴുതുന്നു. ആ ഡയറിയാണിത്. മനസ്സിലായോ? അതായത് ഹോമിയോപ്പത് ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് നിങ്ങളെ കണ്ടു, അദ്ദേഹത്തിൻ്റെ ഈ ഒരു നടന്നിട്ടുള്ള അനുഭവം നിങ്ങളോട് പറഞ്ഞു, നിങ്ങളത് കേട്ടു, നിങ്ങൾ വീട്ടിൽ വന്നു, നിങ്ങൾ വീട്ടിൽ നിന്ന് ആ ദിവസം രാത്രി തന്നെ നിങ്ങൾ ഡയറി എഴുതുന്നു. ഡയറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, രാത്രി എഴുതുന്നതാണ്. കാരണം ഇന്ന് നടന്ന കാര്യങ്ങൾ എനിക്ക് ഇന്ന് രാവിലെ എഴുതാൻ വേണ്ടി പറ്റില്ല, പകരം ഇന്ന് നടന്ന കാര്യങ്ങൾ ഇന്ന് രാത്രി മറ്റേ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഡയറി പൊതുവെ രാത്രിയിലാണ് എഴുതാറ്. അപ്പോൾ ഇവിടെ ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്കറിയണം അല്ലേ. രാത്രിയാണ് ഡയറി എഴുതുന്നത്. ഡയറി നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഡയറിയിൽ പറയാറ്, അല്ലേടാ. അതായത് ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇന്ന് രാത്രിയിലെ ഡയറിയിൽ എഴുതുന്നത്. അപ്പോൾ രാവിലെ നടന്ന കാര്യങ്ങൾ എഴുതണമെങ്കിൽ ആ എഴുതുന്ന കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിലായിരിക്കണ്ടേ? ഒന്നുമില്ല, ഡയറി എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസിൽ എഴുതണം.
കാരണം ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് ഒരു കാര്യം. പിന്നെ എക്സാമിന് എഴുതുമ്പോൾ ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മറ്റാർക്കും പറഞ്ഞു കൊടുക്കേണ്ട രഹസ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ആൻസർ ഷീറ്റിൽ പെൻസിൽ ഉപയോഗിച്ച് വലിയൊരു ബോക്സ് അങ്ങ് വരയ്ക്കുക. ആ ബോക്സിനുള്ളിൽ വേണം നിങ്ങൾ ഈ പറയുന്ന ഡയറി മൊത്തം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിർബന്ധമാണ്. ഒരു പെൻസിൽ കൊണ്ട് ബോക്സ് വരച്ചിരിക്കണം, അതിനുള്ളിൽ വേണം ഈ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഡയറി എഴുതുമ്പം ഇടതുവശത്ത് മുകളിലായിട്ട് 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. എന്തൊക്കെ? ഏതാണ് സമയം, ഡേറ്റ്, അതേപോലെ തന്നെ ഡേറ്റിൽ പിന്നെ മാസവും ആ ഒരു വർഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അതേപോലെ തന്നെ ഏത് ദിവസമാണ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമാണ്. അതായത് ഇവിടെ നോക്ക്, മൺഡേ എന്ന് കൊടുത്തു, എന്നിട്ടോ 12 ഏപ്രിൽ 2024 എന്ന് കൊടുത്തു, സമയവും കൊടുത്തു. ആ കൊടുത്ത ഫോർമാറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ സമയം വേണം, ഡേറ്റ് വേണം, ഓക്കെ ശരി എന്ന് പറഞ്ഞ് നിൽക്കരുത്. ആദ്യം ഞാൻ എന്ത് കൊടുത്തു? ഏതാ ദിവസം എന്ന് കൊടുത്തു, എന്നിട്ടൊരു കോമ ഇട്ടു, എന്നിട്ടോ ആദ്യം ആ ഒരു ഇത് കൊടുത്തു, ഡേറ്റ് കൊടുത്തു, എന്നിട്ടോ മാസം, അത് കഴിഞ്ഞിട്ട് വർഷം, 12 ഏപ്രിൽ 2024. അങ്ങനെയാണ് അതിൻ്റെ ഒരു രസം. എല്ലാണ്ടും നിങ്ങൾക്ക് കൊടുക്കാം അല്ലേ? എല്ലാണ്ടും പല രീതിയിൽ നമുക്ക് ദിവസവും മാസവും വർഷമൊക്കെ എന്ത് ചെയ്യാം, എഴുതാം. പക്ഷേ ഈ ഒരു രീതിയിൽ ഈ ഒരു ഫോർമാറ്റ് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി. നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അത് കഴിഞ്ഞിട്ടാകുമ്പം താഴെയായിട്ട് ആ സമയം അങ്ങ് കൊടുത്തു. സമയം കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയേ, PM എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. PM എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? രാത്രിയാണ് എന്നുള്ള കാര്യമാണ്. 11:50 PM. പകരം നൈറ്റ് എന്നോ അല്ലെങ്കിൽ രാത്രിയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആകെ PM എന്ന് കൊടുത്താൽ മതി. PM എന്നുള്ളതാണ് നമ്മളവിടെ രാത്രിയാണെന്ന് സൂചിപ്പിക്കുന്ന കാര്യം. അത് മാത്രമേ അവിടെ കൊടുക്കണ്ടൂ. ഡേറ്റ് എന്തൊക്കെയാണ്? ഡേറ്റ്, ഡേ, ടൈം, വർഷം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. ഇവിടെ ഞാൻ 11:50 കൊടുക്കാൻ ഒരു റീസൺ ഉണ്ട്. കാരണം ഹോമിയോപ്പതി വീട്ടിലേക്ക് എത്തുന്നത് 10 മണിക്കാണ്. ആ ഒരു പാഠഭാഗത്തിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ. നോക്കി നോക്കുക കേട്ടോ. 10 മണിക്കാണ് വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നീട് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ട് നമ്മുടെ ഹോമിയോപ്പതി സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഓടി പോകുമ്പോഴാണ് നിങ്ങളെ കണ്ടത്. അപ്പം ഏകദേശം ഒരു സമയം 11:50 നമ്മൾ നോക്കുകയാണ്. ഈ കുട്ടി അതുമൊക്കെ കഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് എത്തിയിട്ട് വേണ്ടേ ഡയറി എഴുതാൻ. അപ്പോൾ ആ ഡയറി എഴുതുന്ന സമയമാണ് ഇതെന്ന് ഓർക്കുക കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങൾ ഡയറി എഴുതുന്നത് എന്നാണോ ആ ദിവസത്തെ ആണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ആ ഡേറ്റ് ആണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ആ സമയമാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് എന്ന് ഓർക്കുക. ഇനി നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഡയറിയിൽ എഴുതുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം? പാസ്റ്റ് ടെൻസിലായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഈ എഴുതുന്ന ഡയറിയിൽ നിങ്ങളാണ് ഡയറി എഴുതുന്നത്. അതായത് ഞാൻ ഇപ്പം വീട്ടിലെത്തി, ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ കടയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയി. ആ പോയ സമയത്ത് ഹോമിയോപ്പതി ഇങ്ങനെ ഓടിപ്പോകുന്നത് ഞാൻ കണ്ട്. എന്നിട്ടോ ഞാൻ ഹോമിയോപ്പതിനെ ഇങ്ങനെ വിളിച്ചു വരുത്തി. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം, നീ എന്തെങ്കിലും ഓടിപ്പോകുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ഹോമിയോപ്പതി എന്നോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനത് കേട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നു. എന്നിട്ടോ ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ടാകുമ്പം ഞാൻ രാത്രി ഡയറി എഴുതി. ഇതാണ് നടന്നതെന്ന് നോക്കുക. അപ്പം ഞാനാണിവിടെ ഡയറി എഴുതുന്നത്. ഞാൻ ഡയറി എഴുതുമ്പോൾ ഞാനിവിടെ എൻ്റെ, ഞാൻ എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അപ്പം ഇവിടെ എന്ന് പറയണം ഡയറിയിൽ, കാരണം ഞാനാണ് ഡയറി എഴുതുന്നത്. കൂടാണ്ട് ഡയറി എഴുതുമ്പോൾ എൻ്റെ ചിന്തകൾ ഇതിലേക്ക് എഴുതണം. ഈ ഡയറിയിൽ എൻ്റെ ചിന്തകൾ ഉൾപ്പെടണം, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ഫീലിങ്സ്, തോട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡയറിയിൽ ഉൾപ്പെട്ടിരിക്കണം. മനസ്സിലായോ? വെറുതെ എസ്സെ എഴുതുന്നത് പോലെ ഡയറി എഴുതരുത്. പല കുട്ടികൾക്കും ഡയറി ഒരുപാട് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ മാർക്ക് അത്രയും ഉണ്ടാവില്ല. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. 6 മാർക്കോളം വരുന്ന ഒരു ചോദ്യമാണ് ഇത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പം നമ്മളെ തോട്ടുകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ ഈ ഒരു ഡയറിയിൽ ഉണ്ടായിരിക്കണം. നോക്കുക. ഓ മൈ ഗോഡ്, ടുഡേ വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഡേ ടു മീ. എൻ്റെ ദൈവമേ, കണ്ടോ? ഒരു ഇതാണ്, ചിന്തയാണ്. ഓ എൻ്റെ ദൈവമേ, എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് മാർക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ വെറുതെ ഇതല്ല കൊടുക്കുന്നത്. ഈ എക്സ്ക്ലമേറ്ററി മാർക്കിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മാർക്കുണ്ട്. എങ്ങനെ? അതായത് ഒരു ഡയറി എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആ വായിക്കുന്ന ആൾക്ക്, ഈ ഒരു നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾക്ക്
കുറച്ചൊരു ഇംപ്രഷൻ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കും. വെറുതെ പറയുന്നതല്ല കേട്ടോ. ഓ മൈ ഗോഡ്, ടുഡേ വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഡേ ടു മീ. എൻ്റെ ദൈവമേ, ഇന്ന് എനിക്കൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. ടുഡേ ഐ സോ ഹോമിയോപ്പത്ത്. ഞാൻ ഇന്ന് ഹോമിയോപ്പത്തിനെ കണ്ടു. സോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പാസ്റ്റ് ടെൻസ് ആണ്. ആൻഡ് ഐ ബിക്കെയിം സോ ടെറിബിൾ വെൻ ഹി ഷെയർഡ് ഹിസ് ഹൊറിബിൾ എക്സ്പീരിയൻസ് ടു മീ. എന്നിട്ടോ ഞാൻ ആകെ ഇങ്ങനെ പേടിച്ച് വിറച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനാകെ പേടിച്ച് വിറച്ചുപോയി. ഹി വാസ് റണ്ണിങ് വിത്ത് എ ടെറിബിൾ ഫേസ്. അദ്ദേഹം ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ ഓടുകയായിരുന്നു. ഹി സെഡ് ദാറ്റ് ഹി ഗോട്ട് എ സെക്കൻഡ് ചാൻസ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ജീവിതത്തിലൊരു രണ്ടാം ജീവിതം കിട്ടിയതുപോലെയാണ്. ഐ നോ ദാറ്റ് ഹീ ഈസ് വെരി ബ്രില്യൻ്റ് ആൻഡ് ബ്രേവ്. എനിക്കറിയാം അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനാണ്, എല്ലാ കാര്യങ്ങളും ആണെന്ന്. ഹീ സെഡ് ദാറ്റ് എ സ്നേക്ക് കോയിൽഡ് ഇൻ ഹിസ് ഷോൾഡർ. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഒരു പാമ്പ് ചുറ്റി വളഞ്ഞു എന്ന്. ആക്ച്വലി ഐ ബിക്കെയിം എ സ്റ്റോൺ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കല്ല് പോലെയായി. വാട്ട് നോൺ സെൻസ്, എ സ്നേക്ക്, ഇറ്റ്സ് ഇമ്പോസിബിൾ. കണ്ടോ, ഇവിടെ കുറേ അധികം ഡോട്ട് ഞാൻ കൊടുത്തത് അതായത് ഞാനിങ്ങനെ ചിന്തിക്കുന്ന രീതിയിലാണ്. ആക്ച്വലി ഐ ബിക്കെയിം എ സ്റ്റോൺ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. വാട്ട് നോൺ സെൻസ്, എന്ത് നോൺ സെൻസ് ആണ്. എ സ്നേക്ക്, ഒരു പാമ്പ്, ഇറ്റ്സ് ഇമ്പോസിബിൾ, അതൊരിക്കലും സാധ്യമല്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാണ്. നമ്മുടെ ചിന്തയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ബട്ട് ആക്ച്വലി എ സ്നേക്ക് കോയിൽഡ് ഇൻ ഹിസ് ഷോൾഡർ. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഒരു പാമ്പ് ചുറ്റി വളഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിസ് പ്രസൻസ് ഓഫ് മൈൻഡ് ഈസ് ദ ഓൺലി റീസൺ ഹീസ് സ്റ്റിൽ അലൈവ്. അദ്ദേഹത്തിൻ്റെ ഒരു മനസാന്നിധ്യമാണ് അദ്ദേഹം ഇന്നും ഇപ്പോഴും ജീവിച്ചിരിക്കാനുള്ള കാരണം. ദാറ്റ് ഇൻസിഡൻറ്റ് വാസ് സോ ഹൊറിബിൾ. അവസ്ഥ അല്ലെങ്കിൽ സംഭവം അതിഭയാനകമായിരുന്നു. ഹിസ് റൂം വാസ് നോട്ട് ഇലക്ട്രിഫൈഡ് ആൻഡ് ഹി വാസ് പ്ലേയിങ് വിത്ത് ഹിസ് ലൈഫ് എവറി ഇൻസ്റ്റൻറ്റ്. അദ്ദേഹത്തിൻ്റെ റൂം ഇലക്ട്രിഫൈഡ് അല്ലായിരുന്നു, അവിടെ കറണ്ടും വെളിച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം വെച്ചാണ് അവിടുന്ന് കളിക്കുന്നത്. സോ ഐ സജസ്റ്റഡ് ഹിം ടു ലുക്ക് ഫോർ എ ബെറ്റർ പ്ലേസ് ടു ലിവ്. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ സ്ഥലം മാറിയിട്ട്, ഈ വീട് മാറിയിട്ട് നല്ലൊരു വീട്ടിലേക്ക് താമസം നിങ്ങൾ എന്തായാലും മാറണം. എനിവേ, ഹി വാസ് ഇൻ എ ഹറി ടു മീറ്റ് ഹിസ് ഫ്രണ്ട് വൈൽ ഐ സോ ഹിം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കത്തിലായിരുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ട സമയത്ത്. ഹി ഓൾസോ ഡിസ്ക്രൈബ്ഡ് ദാറ്റ് ഹിസ് ലെഫ്റ്റ് ആം ഈസ് ക്രഷ്ഡ് ബൈ ദ സ്നേക്ക്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എന്നോട് സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടത് കൈ ആ പാമ്പ് ഇങ്ങനെ ചുറ്റി വളഞ്ഞത് കൊണ്ട് തന്നെ പാമ്പിങ്ങനെ ചതച്ചതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. I am so thankful to you God because you saved his life. ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു ദൈവമേ, കാരണം താങ്കൾ അദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയല്ലോ. ഹി ഓൾസോ ഡിസ്ക്രൈബ്ഡ് ദാറ്റ് ദ സ്നേക്ക് വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു, അതായത് ആ പാമ്പ് സൗന്ദര്യത്തിൻ്റെ വലിയൊരു ആരാധകനാണ് എന്നുള്ള കാര്യം. അഡ്മിറർ എന്ന് വെച്ചാൽ ആരാധകൻ. He ran from the room at the instant when the snake moved to the mirror to enjoy its beauty. അതായത് ഈ ഒരു പാമ്പ് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കണ്ണാടിയുടെ അടുത്ത് ചെന്നപ്പോഴാണ്, സമയത്താണ് അദ്ദേഹം റൂമിൽ നിന്നും ഇറങ്ങി ഓടിയത്. Now I understood that we can face any problem with our courage and presence of mind. എനിക്കിപ്പോൾ മനസ്സിലായി, അതായത് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഒരു മനസാന്നിധ്യം കൊണ്ട് നമുക്കതിനെ അതിജീവിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം. വൺസ് മോർ താങ്ക് ഗോഡ്. ഒരിക്കൽ കൂടി നന്ദി ദൈവമേ. കണ്ടോ, ഇങ്ങനെയാണ് ഒരു ഡയറി എഴുതേണ്ടത്. ഇതിൽ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഡയറി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള ടാലൻ്റ് ഉള്ള കുട്ടികളാണ് നിങ്ങൾ, അല്ലേ? നിങ്ങൾ അയ്യോ എനിക്ക് പറ്റില്ല, അയ്യോ ഇതൊന്നും നമുക്ക് പറ്റില്ല എന്ന് കരുതി നിൽക്കാതെ എഴുത്. ആര് നിങ്ങൾ എന്തു പറയാനാ? നിങ്ങൾ എഴുതി പഠിക്കുക, നിങ്ങൾ എഴുതുക ആദ്യം, എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ തെറ്റുകൾ അതിലുണ്ടെന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു മോഡൽ പോലെ ഇതെടുക്കാം, എന്നിട്ടോ സ്വന്തമായിട്ട് എഴുതുക. നമുക്ക് ഇതൊക്കെ നിസ്സാരമാണ്, നമ്മളിതൊക്കെ ചെയ്യും, നമുക്കിതിനൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി നമുക്കുണ്ട്, നമ്മൾ കിടിലമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. നന്ദി.